വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സിമ്പിൾ സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലും നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ചൊന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ 3 സ്ലൈസ് ബ്രെഡും ഈ രീതിയിൽ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ റോബസ്റ്റയാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ചെറുപഴം എടുത്താൽ മതി. ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റയാണ് വെച്ച് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ നമുക്ക് ഈ പഴം ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഹണി ഇല്ലാതെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പക്ഷേ ഹണി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അധികം അടിഞ്ഞു പോകണ്ട. ജസ്റ്റ് ഒന്ന് പൾസിലിട്ടിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബ്രെഡിലേക്ക് നമ്മൾ അടിച്ചെടുത്ത പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കാം. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാവും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ജസ്റ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അധികം പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പഴത്തിൻ്റെ മിക്സ് പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള 2 തയ്യാറാക്കിയെടുക്കാം. ചെറിയ പഴത്തിൻ്റെ കഷ്ണം എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. 3 സ്ലൈസ് ബ്രെഡിലേക്ക് 1 പഴം മതിയാവും. ഇനി നല്ല ചെറിയ പഴം എന്നുണ്ടെങ്കിൽ 2 എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് പഴം എടുക്കാൻ നോക്കാം. അപ്പം ഞാൻ ഈ 3 സ്ലൈസ് ബ്രെഡും പഴത്തിൻ്റെ മിക്സ് വെച്ച് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു എഗ്ഗിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തുകൊണ്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ നമ്മൾ റെഡിയാക്കിയെടുത്ത ബ്രെഡ് ഈ എഗ്ഗിൻ്റെ മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്കത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ബട്ടറിന് പകരം നമുക്ക് നെയ്യ് എടുത്താലും മതി. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ബ്രെഡും പഴവും ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്